ഇടമുറിയാതെ തന്നെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് സംസ്ഥാനം കനത്ത മഴയിലേക്ക്. തെക്ക് മുതൽ വടക്ക് വരെ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കോട്ടയത്ത് വീട് നിലംപൊത്തി, മുതലപ്പുഴയിൽ മത്സ്യബന്ധന വെള്ളം മറിഞ്ഞു. എറണാകുളത്ത് കണ്ണമ്മാലിയിൽ കടൽ കയറ്റത്തിൽ വീടുകളിൽ വെള്ളം കയറി. മരങ്ങൾ വീണ് വീണ്ടും വീണ്ടും ജീവഹാനികൾ ഉണ്ടാകുന്നു. വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിൽ KSRTC ബസ് സ്റ്റാൻഡ് ചെളിവെള്ളത്തിൽ മുങ്ങിയ കാഴ്ചയാണ്. കോട്ടയം മണിമലയാറ്റിൽ പഴയിടം കോസ്വേയിൽ വെള്ളം കയറി. പെരിയാറിലും പമ്പയിലും അച്ചൻ കോവിലാറിലുമെല്ലാം ജലനിരപ്പ് ഉയരുകയാണ്. ഈ സാഹചര്യത്തിൽ എത്രത്തോളം സജ്ജമാണ് സംസ്ഥാനം? ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാകണമെന്ന് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. 7 ജില്ലകളിൽ NDRFനെ വിന്യസിച്ചും കഴിഞ്ഞു. നേരിടാൻ സജ്ജമോ സംസ്ഥാനം? പരിശോധിക്കുന്നു സ്പെഷ്യൽ ഡിബേറ്റ്. സ്വാഗതം. തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും. അതിനു മുൻപ് അതിഥികളിലേക്ക് കടക്കുമ്പോൾ ക്യുസാറ്റിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ MG മനോജ്, കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ, റിട്ടയർഡ് ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥൻ ഡോക്ടർ V സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ MG മനോജ്, കാലം തെറ്റിയെത്തുന്ന മഴ കൂടിയാണ്, വൈകിയെത്തുന്ന കാലവർഷം എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കൂടുതൽ അളവിൽ മഴ പെയ്തു തീരുന്ന ഒരു പ്രതിഭാസമാണോ നടക്കുന്നത്? വരും ദിവസങ്ങളിൽ ഈ മഴയുടെ തോത് എങ്ങനെ ആയിരിക്കുമെന്നാണ് പ്രവചനങ്ങൾ? കഴിഞ്ഞ 47 വർഷങ്ങളിലെ കണക്കെടുത്താൽ ജൂൺ മാസത്തിൽ ഏറ്റവും കുറവ് മഴ പെയ്ത ഒരു വർഷമാണ് 2023 ജൂൺ മാസം. കേരളത്തിലാകമാനം ശരാശരി എടുത്താൽ ഒരു 60%-ത്തിലും അധികം മഴയുടെ കുറവാണ് ജൂൺ മാസത്തിലുണ്ടായിട്ടുള്ളത്. ജൂൺ ഒരു സെക്കൻഡ് വീക്ക് മുതൽ തേർഡ് വീക്ക് വരെ അറബിക്കടലിലുണ്ടായ ബിബർജോയ് എന്ന് പറയുന്ന അതിതീവ്രമായ ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ ഭാഗമായി മൺസൂൺ കാറ്റിൻ്റെ ഗതി മാറുകയും കേരളത്തിൽ ലഭിക്കേണ്ട മഴ വളരെ വലിയ തോതിൽ കുറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ വർഷം എല്ലിനോ എന്ന് പറയുന്ന പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമായി തന്നെ ഇന്ത്യൻ കാലവർഷം പൊതുവിൽ അതിൻ്റെ ശക്തി കുറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. ഈ അവസരത്തിലാണ് ജൂൺ മാസത്തിൽ ഏറെക്കുറെ ഒട്ടും തന്നെ മഴ ലഭിക്കാതെ പല ജില്ലകളിലും 70%-ത്തിലും 80%-ത്തിലും അധികം കുറവ് രേഖപ്പെടുത്തിയത്. എന്നാൽ ജൂലൈ മാസത്തിൽ മഴ അതിൻ്റെ പൊതുവായ താളക്രമം വീണ്ടെടുക്കുകയും ഒരു ശക്തമായിട്ടുള്ള മഴ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സംസ്ഥാനത്താകമാനം ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സീസണിൽ ലഭിക്കേണ്ട മഴക്കുറവ് 60%-ത്തോളം ഉണ്ടായിരുന്ന മഴക്കുറവ് ഇപ്പോൾ അതൊരു 52% എന്ന തോതിലേക്ക് ആയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലുള്ള മഴ കൂടി വരുമ്പോൾ ഈ ഒരു കുറവ് നികത്തപ്പെടുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൺസൂണിനെ ശക്തിപ്പെടുത്തുന്ന 2 ഘടകങ്ങൾ. ഒന്ന്, ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെയുള്ള തീരദേശ ന്യൂനമർദ്ദ പാത്തി അഥവാ മൺസൂൺ ട്രഫ്, അത് വളരെ ശക്തമാണ്. അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലുള്ള ഒരു മൺസൂൺ മഴപ്പാത്തി എന്ന് പറയുന്ന മൺസൂൺ ട്രഫും ശക്തമാണ്. ഈ 2 ന്യൂനമർദ്ദ കേന്ദ്രങ്ങളാണിവ. ഇവ രണ്ടും ശക്തമായതുകൊണ്ട് തന്നെ കാറ്റ് ഇപ്പോൾ 60 മുതൽ 70 കിലോമീറ്റർ സ്പീഡിൽ കാറ്റ് വീശുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഇനി വരുന്ന ദിവസങ്ങളിലും കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് തന്നെ നമുക്കറിയാം സംസ്ഥാനത്ത് പല ജില്ലകളിലും 12 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ മഴ ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. ഇന്നത്തെ കണക്ക് ലഭിക്കണമെങ്കിൽ നാളെയേ ലഭ്യമാവുകയുള്ളൂ. എങ്കിലും നമ്മൾ പൊതുവായി പ്രതീക്ഷിക്കുന്നത് ഹെവി റെയിൻഫോൾ ടു വെരി ഹെവി റെയിൻഫോൾ എന്നുള്ള കാറ്റഗറി, അതായത് ശക്തമായ മഴ, അതിശക്തമായ മഴ മുതലായവ സംസ്ഥാനത്ത് ലഭിച്ചു കഴിഞ്ഞു. ഏറ്റവും അധികം പേടിക്കേണ്ടത് ഇതിനേക്കാൾ കടന്ന് തീവ്രതയിലുള്ള അതിതീവ്ര മഴയാണ്. അത് ഇന്ന് ഏതൊക്കെ ഭാഗത്ത് പെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അപ്ഡേറ്റ് ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നാളെ കാസർഗോഡ്, കണ്ണൂർ മുതലായ ജില്ലകളിൽ കൂടി അവ വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും അന്തിമ തീരുമാനം ഇന്ന് വൈകുന്നേരം മാത്രമേ ജില്ലാ കളക്ടർ എടുക്കുവാനുള്ള സാധ്യതയുണ്ടാവൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മഴ വരുന്ന തീർച്ചയായും അതുകൂടി തുടർന്നുകൊണ്ട് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഡോക്ടർ മനോജ്. ഓക്കെ,
ഈ മഴ ഒരു 4 ദിവസത്തേക്ക് കൂടി ഉണ്ടാകും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാളെയും മറ്റന്നാളുമാണ്. അതായത് 5, 6 തീയതികളിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ഈ അതിതീവ്ര മഴയുടെ ഒരു സാധ്യത നിലവിലുണ്ട്. 8-ാം തീയതി വരെ പല രീതിയിലുള്ള മഞ്ഞ, ഓറഞ്ച് മുതലായ അലർട്ടുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. നാളെ 11 ജില്ലകളിലാണ് മഞ്ഞ അലർട്ട്, ഓറഞ്ച് അലർട്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ശക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. കടൽക്ഷോഭം ശക്തമാകുന്നു തീരപ്രദേശങ്ങളിൽ എന്നുള്ള റിപ്പോർട്ടുകളും ലഭിക്കുമ്പോൾ എറണാകുളം നായരമ്പലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുവി വിശ്വനാഥൻ നമുക്കൊപ്പം ചേരുന്നു. സുവി, കണ്ണമാലിയിലൊക്കെ കടൽ കയറുന്നു, തീരപ്രദേശത്തുള്ള വീടുകളിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നു. നായരമ്പലവും ആ ഭാഗങ്ങളും വൈപ്പിൻ ഏരിയകളും ആ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടാകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അത്തരം സംഭവങ്ങൾ തന്നെയാണോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അപർണ, നമ്മൾ എല്ലാ കാലത്തും റിപ്പോർട്ട് ചെയ്തിരുന്നത് ചെല്ലാനത്തെ മഴ ദുരിതങ്ങളായിരുന്നു, കടലാക്രമണ ദുരിതങ്ങളായിരുന്നു. എന്നാൽ ഇത്തവണ അതിനൊരു വ്യത്യാസമുണ്ട്. നായരമ്പലത്ത് നിന്നാണ് നമ്മൾ ഈ തത്സമയം ചേരുന്നത്. നായരമ്പലത്തെ ജനങ്ങളുടെ ദുരിത കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 20 വർഷമായി ഈ ദുരിതം ഇവർ തുടരുന്നു, ദുസ്സഹമായി തുടരുന്നു എന്നാണ് പറയുന്നത്. 20 വർഷക്കാലമായി ഈ കടൽ ഭിത്തി ഇല്ലാത്തത് മൂലം ഇവർ ദുരിതം അനുഭവിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെയുള്ള കടൽ ഭിത്തി പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. മഴക്കാലമാകുമ്പോൾ, മൺസൂൺ എത്തുമ്പോൾ അധികാരികൾ വന്ന് മണൽ ചാക്കുകൾ നിറയ്ക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അത് ആദ്യ മഴയിൽ തന്നെ പൊഴിഞ്ഞു പോകുന്നു. പിന്നീട് ഈ വെള്ളം വീടുകളിലേക്ക് കയറുകയാണെന്നാണ് പറയുന്നത്. 450ഓളം വീടുകളാണ് ഈ പ്രദേശത്ത് ഉള്ളത്. ആ 450ഓളം വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. സുവി, സാങ്കേതിക വിഷയങ്ങൾ നായരമ്പലത്ത് നിന്നാണ് സുവി റിപ്പോർട്ട് ചെയ്യുന്നത്. കടൽക്ഷോഭം പല ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് നമുക്കൊപ്പം ചേരുന്നു. സജ്ജമാണോ സംസ്ഥാനം? ഇപ്പോൾ പറഞ്ഞു വരുന്നത് മഴയുടെ തോത് കൃത്യമാക്കാൻ വേണ്ടി കുറഞ്ഞ ദിവസങ്ങളിലേക്ക് കാലവർഷം ചുരുങ്ങുന്ന ഒരു പ്രതിഭാസം, കൂടുതൽ മഴ, കൂടുതൽ വെള്ളം ഭൂമിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു വിഷയം നടക്കുമ്പോൾ അതുണ്ടാക്കുന്ന ദുരന്തങ്ങൾ അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. പക്ഷെ കൂടുതൽ സജ്ജീകരണങ്ങളെല്ലാം നേരത്തെ തന്നെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം മിക്ക ഭരണകൂടങ്ങൾക്കും അല്ലെങ്കിൽ അധികൃതർക്കെല്ലാം ഉണ്ട്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ. ആ ഒരു ആത്മവിശ്വാസത്തെ എങ്ങനെയാണ് കാണുന്നത്? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അതായത് ഇപ്പൊ കൊച്ചിയിലെ വെള്ളപ്പൊക്കം നമ്മൾ എന്ത് സജ്ജമാണ് ചെയ്യുന്നത്? നമുക്ക് കഴിഞ്ഞ 2-3 ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം അതിതീവ്രമായ ദുരന്തങ്ങൾ ഉണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങളിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ അതിനു മുമ്പേ ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു പ്രിപ്പറേഷൻ നടത്തൽ. ഉദാഹരണം ഞാൻ പറഞ്ഞ കൊച്ചിയുടെ ഉദാഹരണം തന്നെ ഞാൻ പറയുന്നത്. ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ കൊച്ചി പ്രശ്നമായി. ഇന്നിപ്പോ വലിയ മഴ പെയ്തു. അപ്പൊ അതനുസരിച്ച് കൊച്ചി വളരെ വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുന്നു. അപ്പൊ ഇതുപോലുള്ള ഹോട്ട്സ്പോട്ടുകളെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നതിൽ നമുക്കിപ്പോഴും നമ്മൾ ഇരുട്ടിൽ തന്നെ തപ്പുകയാണ്. അത് ഏത് നഗരം എടുത്താലും അവിടെ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു നഗരമാണെങ്കിൽ തീർച്ചയായിട്ടും ആ നഗരത്തിലെ വെള്ളക്കെട്ട് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ചെയ്യാത്തതിന്റെ ദുരന്തങ്ങളാണ് അവിടെയൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ സജ്ജമാണോ എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ കളക്ടറും ഭരണകൂടവും ഡിസാസ്റ്റർ മാനേജ്മെന്റും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വെള്ളപ്പൊക്കം വരുന്നു, ഇങ്ങനെ നമുക്ക് ഉരുൾപൊട്ടലുണ്ടാകാം, അല്ലെങ്കിൽ പിന്നെ വെള്ളക്കെട്ടുണ്ടാകാം, പ്രളയം ഉണ്ടാകും എന്നൊക്കെ ഒരു ധാരണ ആളുകൾക്ക് വന്നിട്ടുള്ളത് കൊണ്ട് ആളുകൾ കുറെ അലർട്ടാണ്, ഭരണകൂടം അലർട്ടാണ്. പക്ഷെ നമ്മുടെ പ്ലാനിങ് കാര്യങ്ങളിൽ ഇപ്പോഴും നമ്മൾ വളരെ പ്രാകൃതരായിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ ഭൂവിനിയോഗത്തിലെ കാര്യമായാലും അധികം വരാൻ വെള്ളത്തെ കൃത്യമായി പരിപാലിക്കുന്ന കാര്യമായാലും പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോഴും തുടരുന്നത്. അങ്ങനെ ഒരു പ്ലാനിങ് നമുക്ക് ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പരാജയപ്പെട്ടിരിക്കുകയാണ് കൊച്ചിയിൽ എന്നുള്ളൊരു വിലയിരുത്തലാണോ താങ്കളുടെ ഭാഗത്തു നിന്ന്? ഞാൻ തിരുവനന്തപുരം ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ഓപ്പറേഷൻ അനന്തയ്ക്ക് വേണ്ടി പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആൾ കൂടിയാണ്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് കൊച്ചിയിൽ വിജയിച്ചെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നില്ലല്ലോ, നടത്തിയവർ തന്നെ അവകാശപ്പെടുന്നില്ലല്ലോ, ഇത് വിജയിച്ചു എന്ന് അവർ തന്നെ പറയുന്നില്ലല്ലോ. പിന്നെ നമ്മൾ വിജയിച്ചു അല്ലെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് എത്ര കണ്ട് നടക്കുന്നു എന്നുള്ള നമ്മൾ ഇപ്പോൾ ഓരോ മഴയത്താണല്ലോ നമ്മൾ ഇത് വിലയിരുത്തുന്നത്. ഇപ്പൊ തിരുവനന്തപുരം തമ്പാനൂർ വലിയ വെള്ളപ്പൊക്കമുള്ള ഒരു പ്രദേശമായിരുന്നു. അത് 80%, 90% അതിന്റെ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ. എന്നാലും ഇനിയും കുറച്ചുണ്ട്. അപ്പൊ അതുപോലെ ഇതൊരു കൃത്യമായ പ്രവർത്തനങ്ങൾ നടന്നാൽ
നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും. പക്ഷെ അത് പലപ്പോഴും അത് കൊച്ചിയിൽ ഇപ്പൊ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിന്റെ പകൽ മുഴുക്ക ചാനലുകളെല്ലാം കാണിച്ചല്ലോ കൊച്ചിൻ മെട്രോ നഗരം എങ്ങനെയാണ് നമ്മൾ ഈ ബുദ്ധിമുട്ടുന്നതെന്ന് എല്ലാവരും കാണുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ പരാജയമാണ് ഞാൻ പറയുന്നില്ല, ഒരു സർക്കാർ പദ്ധതി പരാജയമാണ് ഞാൻ ഇതിന് ചാനലിരുന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ അവിടെ വിജയിച്ചോ ഇല്ല എന്നുള്ളത് നമ്മൾ തന്നെ കാണുകയാണല്ലോ. ഓക്കെ, ഡോക്ടർ എം ജി മനോജ്, ഈ പറഞ്ഞ പോലെ കുറഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ വെള്ളം പതിക്കുന്ന രീതിയിലേക്ക് കാലവർഷത്തിന്റെ ദിവസങ്ങൾ ചുരുങ്ങുന്നു. ഈ മഴയുടെ തോത് ബാലൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഒരു ഹൈ റെയിൻഫോളിലേക്ക് വരും ദിവസങ്ങളെല്ലാം പോകുമ്പോൾ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അനുഭവിക്കേണ്ട സാധാരണ ജനങ്ങളായിരിക്കും. ഈ ബ്രേക്ക് ത്രൂ അടക്കമുള്ള പ്രോജക്റ്റുകൾ അത് കൃത്യതയോടുകൂടി നടപ്പാക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് പരിപൂർണ വിജയമായിട്ടില്ല ഇപ്പോഴും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് 2-3 ഘട്ടങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ്, നേരത്തെ സുഭാഷ് സാർ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ ഡ്യൂറിങ് ദ ഡിസാസ്റ്റർ, അതിന് ശേഷമുള്ള ഡിസാസ്റ്റർ. ഈ 3 ഘട്ടത്തെ എടുത്ത് പരിശോധിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ദുരന്തങ്ങളെ തടയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലും അതിനുശേഷമുള്ള ഇതിലുമൊക്കെ ഒരു പരിധിവരെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പ്ലാനിങ്ങിൽ ഇനിയും കുറേ കൂടി മുന്നോട്ടേക്ക് വരുവാനുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. പക്ഷെ നമുക്കറിയാം ഓരോ സ്ഥലത്തും, ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഉദാഹരണം തന്നെ എടുത്താൽ വർഷങ്ങളെടുത്തുകൊണ്ടാണ് ആ ഒരു പദ്ധതി നടപ്പിൽ വരുത്തുകയും ആസൂത്രണം ചെയ്യുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ബ്രേക്ക് ത്രൂവുമായി എനിക്ക് നേരിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു അസസ്മെൻറ്റ് പറയുവാൻ ഞാൻ ഇപ്പോൾ കേപ്പബിൾ അല്ല. പക്ഷേ ഇനിയും നമ്മൾ ആ രീതിയിൽ കുറേ കൂടി പുരോഗമിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുവാനുള്ളത്. കാരണം ഈ ഒരു മഴ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട്. അതെന്തായാലും പരിഹരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വികസിത ലോകം എന്ന് പറയുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുകയും അതിനനുരൂപമായിട്ടുള്ള രീതിയിലുള്ള ആസൂത്രണം നടത്തുകയും ഇത്തരത്തിൽ 1-2 ദിവസം കൊണ്ട് മാത്രം ഒരു സിറ്റി പ്രദേശം വെള്ളക്കെട്ടിലാവുന്ന അവസ്ഥ നമ്മൾ ഒഴിവാക്കുകയും വേണം. അതിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളതുണ്ട്, പൊതുജനങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളതുണ്ട്. ഇവയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു വികസനത്തിലൂടെ മാത്രമേ, ഒരു നയത്തിലൂടെ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്കിപ്പോൾ തൽക്കാലം പറയുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, റൈറ്റ്. ഏതായാലും കടൽ ക്ഷോഭം ശക്തമാകുമ്പോൾ തീരപ്രദേശങ്ങളിലെ സ്ഥിതി എന്താണ്? ഈ 1-2 ദിവസങ്ങൾ കൊണ്ട് സുവി വിശ്വനാഥൻ നമുക്കൊപ്പം ചേരും ഇടവേളയ്ക്ക് ശേഷം. സുവി വിശ്വനാഥൻ ചേരുന്നു നായരമ്പലത്ത് നിന്ന് നമുക്കൊപ്പം. സുവി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു കടൽക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോകുകയും ആൾക്കാർക്ക് താമസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വീണ്ടും തീരപ്രദേശം വരികയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണോ അവിടെ നിന്ന്? തീർച്ചയായും നായരമ്പലം, ഞാറക്കൽ ഭാഗങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ കടൽക്ഷോഭം ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. സ്ത്രീകളും കുട്ടികളും രോഗികളും ഉൾപ്പെടെയുള്ളവരാണ് വലിയ ദുരിതത്തിൽ കഴിയുന്നത്, വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ കടൽ ഭിത്തി പൂർണ്ണമായും തകർന്നതാണ് ഇവിടെ പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഏതായാലും ഇനി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാൻ ഇല്ല, അതിനി തങ്ങൾ ഒരുക്കമല്ല എന്നാണ് പറയുന്നത്. നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 450-ലേറെ കുടുംബങ്ങൾ ഇത്തരത്തിലുണ്ട്. കേരളത്തിന് പ്രളയകാലത്ത് കൈത്താങ് നൽകിയവരാണ്. അവരെ എന്തുകൊണ്ട് സർക്കാർ കാണുന്നില്ല എന്നൊരു ചോദ്യമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, സർക്കാർ 10-15 വർഷമായി ഈ കടലേക്കിലേക്ക് ഇപ്പൊ 3-5 വർഷമായിട്ട് വളരെ രൂക്ഷമായ കടലേറ്റമാണ്. അവർ വല്ലപ്പോഴും വന്ന് എന്തിച്ചു നോക്കിയാണ് പോകും, ഉടനെ ചെയ്യുക, അത് ചെയ്യുക എന്നല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം കല്ലിട്ട് അതിൻ്റെ പേപ്പറിലേക്ക് കൊടുത്ത് ഉദ്ഘാടനം നടത്തി. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇത് ഇത്രയും കാലങ്ങളായിട്ട് ഞങ്ങൾ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നായരമ്പലത്ത് നിന്ന് വീണ്ടും സാങ്കേതിക വിഷയങ്ങൾ. കനത്ത മഴ കൊണ്ടുകൂടിയാണ് അത്. ഞാൻ വീണ്ടും ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, മരങ്ങൾ വീണുകൊണ്ട് ജീവഹാനി ഉണ്ടാകുന്നത്, അത് ഇന്നലെ ഒരു 6ാം ക്ലാസ്സുകാരിയാണെങ്കിൽ ഇന്ന് പാലക്കാട് ഒരു സ്ത്രീയാണ്. നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്ന് കാസർഗോഡ് നിന്ന് MLA തന്നെ പറയുന്നു. അതായത് ഒരു പക്ഷേ വലിയ രീതിയിൽ മഴ കനക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു സൂചന അതിനകത്തുണ്ടോ? ആ ഒരു ശക്തമായ മഴയുടെ തോതിലേക്ക് വരും മണിക്കൂറുകൾ കടക്കും എന്നുള്ള ഒരു പ്രവചനമുണ്ടോ? അല്ല, മഴ നമുക്കിപ്പോ സീസണിൽ കിട്ടേണ്ട മഴ ജൂൺ മാസത്തിൽ 70% കുറഞ്ഞു, 60% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ജൂലൈ മാസത്തിൽ നമുക്ക് മഴ വരും. നമുക്ക് ജൂലൈ ആഗസ്റ്റിലെങ്കിലും മഴ വരും. കാരണം നമ്മുടെ ഇവിടുത്തെ കടലും മലകളും ഒക്കെ ഉള്ളത് കൊണ്ട് മഴ നമുക്ക് അങ്ങനെ മഴയില്ലാത്ത കാലം എന്ന് പറയുന്നത് കുറവായിരിക്കും. മഴ വരും.
പക്ഷെ ഈ മഴക്കാലത്തിന് മുമ്പേ ഇത് വരുമെന്നുള്ളൊരു ചില പ്രതീക്ഷകളിൽ, ചില പ്ലാനിങ്ങിൽ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഇപ്പൊ മരങ്ങളുടെ എണ്ണം എടുത്താലും മരങ്ങളുടെ കണക്കെടുത്താലും അതുപോലെ തന്നെ അത് കടപുഴകുന്ന കാര്യം, ഇതിലൊക്കെ നമുക്കൊരു കുറച്ചുകൂടി ഒരു ശാസ്ത്രീയമായ ഒരു രീതി, ഇപ്പം മനോജ് സൂചിപ്പിച്ച പോലെ നമ്മൾ കുറച്ചുകൂടി വികസിതമായ ഒരു രാജ്യമാണ്, കുറെ കൂടി വികസിതമായ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉള്ള ഒരു സംവിധാനമാണ്. അപ്പൊ നമ്മൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇവിടെ. അപ്പൊ തീർച്ചയായും മഴക്കാലത്തിന് മുമ്പ് നടത്തേണ്ടുന്ന ചില പ്രവർത്തനങ്ങൾ നമുക്ക് നന്നായി നടത്തിയാൽ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. മഴ വരും, കാരണം കാലാവസ്ഥ മാറിക്കഴിഞ്ഞല്ലോ. ക്ലൈമാറ്റ് ചേഞ്ച് ഒരു റിയാലിറ്റിയാണ്, ക്ലൈമാറ്റ് ക്രൈസിസ് ഒരു റിയാലിറ്റിയാണ്. അപ്പൊ മഴ വരും, അതൊരു റിയാലിറ്റിയാണ്, നമ്മൾക്ക് അറിയാം. നമ്മുടെ തയ്യാറെടുപ്പ് കുറെ കൂടി സീരിയസ് ആയി ചെയ്തില്ലെങ്കിൽ നമുക്ക് മരണത്തിന്റെയും ആളുകളുടെ കഷ്ടപ്പാടിന്റെയും തോത് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ തീരദേശത്തായാലും 10-15 വർഷമായിട്ട് ഇതിങ്ങനെ കാണുന്നു, ഈ മരം വീഴുന്ന കാര്യങ്ങൾ പറയുന്നു, കൊച്ചിയുടെ കാര്യങ്ങൾ പറയും. അപ്പൊ എവിടെ എടുത്താലും നമുക്കൊരു പ്ലാനിങ് വലിയ പ്രശ്നമാണ് മാഷെ, അപ്പൊ മേഡം അപർണ. അപ്പൊ നമുക്ക് നന്നായ ഒരു പ്ലാനിങ് ഇല്ലായ്മയുടെ പരിമിതികൾ നമ്മൾ തീർച്ചയായിട്ടും ഈ മഴക്കാലത്തും കാണുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതാണ്, പ്രളയകാലം മുതൽ നമ്മളിത് ചർച്ച ചെയ്യുന്നതാണ്. അത് നമ്മളിപ്പോഴും വീണ്ടും സ്ക്വയർ ഒന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഡിസാസ്റ്റർ വന്നാൽ കുറെ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനും അനുബന്ധ കാര്യങ്ങൾ ചെയ്യാനും അറിയാം. പക്ഷേ അത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ടൗൺ പ്ലാനിങ്ങോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺട്രി പ്ലാനിങ്ങോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂറൽ പ്ലാനിങ്ങോ നമുക്കില്ല എന്നുള്ളത് അതൊരു ഡിസാസ്റ്റർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഓക്കെ, ഡോക്ടർ എം ജി മനോജ്, മലയോര പ്രദേശങ്ങളിൽ കൂടുതൽ അലർട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഇതിനകത്തുണ്ടോ? ഇപ്പോൾ NDRF ഒക്കെ വിവിധ ജില്ലകളിലുണ്ട് എങ്കിൽ പോലും ആ രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഈ ഹെവി റെയിൻഫോൾ എന്ന് പറയുമ്പോൾ കൂടുതൽ വെള്ളം എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു പ്രകൃതി ദുരന്തങ്ങളെ കൂടി നമ്മൾ വളരെ അലർട്ടോടു കൂടി നോക്കിയിരിക്കണമോ, അതല്ലെങ്കിൽ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ നേരത്തെ തന്നെ സ്വീകരിച്ചു തുടങ്ങണമോ? നമ്മൾ അതിനെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ കാണണം. കാരണം ഇപ്പോഴും നമ്മുടെ വെതർ പ്രഡിക്ഷൻ സിസ്റ്റം ഒരു വില്ലേജ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വാർഡ് തലത്തിൽ കൊടുക്കാൻ പര്യാപ്തമല്ല. നമുക്കൊരു ജില്ലയ്ക്ക് ആകമാനം ഇങ്ങനെ ഒരു കണ്ടീഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഫോർകാസ്റ്റ് കൊടുക്കാൻ ഇപ്പോഴും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് വളരെ വിസ്തൃതിയുള്ള ജില്ലകളൊന്നുമല്ല, ആകെ ഒരു 50 കിലോമീറ്ററോ മാക്സിമം 100 കിലോമീറ്റർ മാത്രമേ ഇതിൻ്റെ ഒരു വ്യാപ്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളുടെ പ്രവചനം തീവ്രമഴ തീരദേശത്താണ് എന്ന് പറഞ്ഞാൽ പോലും ഈ മഴ ചിലപ്പോൾ പെയ്യുന്നത് മലയോര മേഖലയിലാവാം. അതുപോലെ തന്നെ 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുമ്പോൾ അത് അതിതീവ്ര മഴ അല്ലെങ്കിൽ കൂടിയും സാധാരണ ഒരു ശക്തമായ മഴ അടുപ്പിച്ച് 2-3 ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടാനോ മണ്ണിടിച്ചിലിനോ പാറ ഉരുണ്ടു വരുന്നതിനോ അല്ലെങ്കിൽ മരങ്ങൾ കടപുഴകുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മൊത്തമുള്ള എല്ലാ ജില്ലകളിലും ഏത് പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇപ്പോൾ തീരദേശത്തുള്ളവർ കടലാക്രമണ ഭീഷണിയാണ് നേരിടുന്നതെങ്കിൽ ചിലപ്പോൾ മലയോരത്തുള്ളവർ ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ മരങ്ങൾ വീഴുന്നതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ജാഗ്രത ഒരു സോൺ തിരിച്ച് എന്നുള്ളതിനേക്കാൾ ഉപരി ആ ജില്ലയ്ക്ക് പൊതുവായി തന്നെ കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ്. എവിടെയുള്ള ആളാണെങ്കിലും അത് വളരെ ജാഗ്രതയോടുകൂടി തന്നെ കരുതണം. മറ്റൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വെളുത്ത വാവ് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഹൈടൈഡിൻ്റെ ഒരു വേലിയേറ്റം വളരെ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. മണ്ണിൽ വീഴുന്ന വെള്ളം അല്ലെങ്കിൽ പുഴയിൽ വീഴുന്ന ഈ പുഴയിലുള്ള വെള്ളം കൂടുതലായിട്ട് കടലെടുക്കാനുള്ള സാധ്യത കുറവായാൽ അതും ഈ വെള്ളപ്പൊക്കത്തിലേക്ക്, തീരദേശ മേഖലയിലെ വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചേക്കാം. അപ്പം ഈ ഫുൾ മൂൺ ഡേയും കൂടി അടുത്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ വളരെയധികം ജാഗ്രത ആ പ്രദേശങ്ങളിലുള്ള ആൾക്കാർ കൂടി എടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, പ്രധാനമായിട്ടുള്ള വിഷയം കാലം തെറ്റിയെത്തുന്ന മഴ, കുറഞ്ഞ ദിവസങ്ങളിലേക്ക് ചുരുക്കപ്പെടുന്ന മഴയുടെ തോത് കൂടുന്നത്, അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആ ഒരു പ്രതിഭാസത്തിലേക്കാണ്. 2018 തൊട്ട് തീർച്ചയായും എടുത്തു തന്നെ പറയണം, അത് കൂടി വരുന്നു ആ ഒരു പ്രവണത എന്ന് പറയേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് എന്തായിരിക്കും കൃത്യമായി നമുക്ക് ചുരുക്കി പറയാവുന്ന ഒരു കാരണം? അതായത് മഴ കാലം തെറ്റി വരുന്നു മഴ എന്ന് പറഞ്ഞത് അപർണ ഒന്ന് തിരുത്തണം. അങ്ങനെ കാലം തെറ്റിയല്ല. കാരണം ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങൾ നമ്മുടെ മൺസൂൺ മാസമാണ്, അപ്പൊ മഴ മാസങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ജൂലൈയിൽ മഴ വരും, മൺസൂൺ മഴ വരുന്ന സമയമാണ്. പ്രശ്നം അതല്ല, മഴയുടെ സമയത്തിലും ദിവസങ്ങളിലും ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നു. ചിലപ്പോൾ മാസങ്ങളിലും വ്യത്യാസം ഉണ്ടാകും ചില വർഷം. ഇവിടെ 460 BC-യിൽ പ്ലേറ്റോ, അന്നത്തെ വലിയ തത്വചിന്തകനായ പ്ലേറ്റോ നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മഴ പെയ്യുന്നത് കടലിലെ നീരാവി കൊണ്ട് മാത്രമല്ല,
കടൽക്കാറ്റുകളോ കടൽ നീരാവി കൊണ്ടോ മാത്രമല്ല മഴ പെയ്യുന്നത്. അത് വൺ ഓഫ് ദ ഫാക്ടറാണ്. വേറെ ഒരുപാട് ഫാക്ടറുകളുണ്ട്. ഭൂവിനിയോഗം, ലാൻഡ് യൂസ്, പിന്നെ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ പൊക്കം, ഓരോ പ്രദേശത്തിന്റെ പൊക്കം, മലയുടെ അവസ്ഥ, പാറയുടെ ഘടന, അല്ലെങ്കിൽ പിന്നെ പാറയുടെ ഘടന എന്നല്ല, പാറയുടെ പൊക്കം, അതുപോലെ തന്നെ മലകളുടെ പൊക്കം, മരങ്ങളുടെ എണ്ണം, ഇതെല്ലാം മഴയെ സ്വാധീനിക്കും. തീർച്ചയായും കാലാവസ്ഥ മാറ്റം ഒരു യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ ഇനി എല്ലാ കാലാവസ്ഥ വിദഗ്ധരും, അത് വേൾഡ് മെറ്റീരിയൽ ഓർഗനൈസേഷൻ ആവട്ടെ, IMD-ക്കാരാകട്ടെ, SAFക്കാരാകട്ടെ, എല്ലാ ശാസ്ത്ര സമൂഹവും പറയുന്നത് കേരളം കരുതിയിരിക്കണം. കേരളത്തിൽ കാലാവസ്ഥയുടെ പാറ്റേൺ മാറി, കാലം മാറുന്നതിനേക്കാളും രീതിശാസ്ത്രം മാറിപ്പോയി. കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് കൂടിയ മഴ, അത് പിന്നെ അതിന്റെ കാല വ്യത്യാസം മാറിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി കളിക്കുകയാണിത്. അതുകൊണ്ട് തീർച്ചയായും അതികഠിനമായ മഴയും നമ്മൾ പ്രതീക്ഷിക്കണം. ഒരു 5 ദിവസമാണ് നമ്മുടെ മഴയൊക്കെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും പലപ്പോഴും സംഭവിക്കാറില്ല. അത് നേരത്തെ ശ്രീ മനോജ് പറഞ്ഞ പോലെ ഇനിയും നമ്മുടെ കാലാവസ്ഥ ശാസ്ത്രം, അത് ഇന്ത്യയുടെ മാത്രമല്ല ലോകമാകെയുള്ള കാലാവസ്ഥ ശാസ്ത്രം ഇനി ഒരുപാട് അഡ്വാൻസ് ചെയ്യേണ്ടതുണ്ട്. അത് അതിൻ്റെതായ പരിമിതികളുള്ള ശാസ്ത്രമാണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ശാസ്ത്രം വളരട്ടെ. തീർച്ചയായിട്ടും ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. നമ്മുടെ എല്ലാ പ്രവൃത്തികളും, നമ്മുടെ ഓരോ പ്രവൃത്തികളും, മാലിന്യ സംസ്കരണം മുതൽ ആഗോളതാപനത്തിനൊക്കെ മാലിന്യ സംസ്കരണവും വലിയ പങ്കുവഹിക്കുകയാണ്. സംസ്കരണം ഇല്ലായ്മ, മാലിന്യത്തിന്റെ കത്തിക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും കാലാവസ്ഥ മാറ്റുന്നതിന് നിരവധി ഘടകങ്ങളുണ്ട്. കാലാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള നല്ല പ്ലാനിംഗ് ആണ് നമുക്ക് ആവശ്യം. തീർച്ചയായിട്ടും കാലാവസ്ഥാ ശാസ്ത്രത്തിന് പോലും പിടികിട്ടാത്ത രീതിയിൽ മഴ പെയ്യുന്നതിന്റെ തോത്, മഴ പെയ്യുന്ന ദിവസങ്ങൾ അതുപോലും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വെറും അവകാശവാദങ്ങൾ കൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയില്ല. ആ വികസനം, ആ അടിസ്ഥാന സൗകര്യ വികസനം, മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിപൂർണമായി പരിഹരിക്കാൻ കഴിയാത്ത കാലത്തോളം കൂടുതൽ ജാഗ്രതയോടുകൂടി ജനത്തിന് ഇരുന്നേ മതിയാവുക. വളരെയധികം നന്ദി ശ്രീ MG മനോജ്, ഒപ്പം വി സുഭാഷ് ചന്ദ്രബോസ് സ്പെഷ്യൽ ഡിബേറ്റിനൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു സ്പെഷ്യൽ ഡിബേറ്റ്. നമസ്കാരം.